ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കടലക്കറി റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. പിന്നെ സാധാരണ നമ്മൾ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന കടലക്കറിയെ കാട്ടി ഇച്ചിരി കൂടെ വ്യത്യാസം. അതായത് സാധാരണ കറുത്ത കടലയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെളുത്ത കടലയും കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് വെളുത്ത കടല എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ നമ്മൾക്ക് ആ കടല കുതിർത്ത് വെക്കുമ്പോൾ ഒരു സ്മെല്ല് വരത്തില്ലേ, അത് മാറിക്കിട്ടും. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ ആ കടല എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ അങ്ങനെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഈ പത വരുന്നത്, മുകളിൽ ഇത്രയും പത വന്നിട്ടുണ്ട്. അത് ഈ കടലയിൽ നിന്ന് ഇറങ്ങി വരുന്ന അഴുക്കാന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ആ കടലയുടെ ആ സ്മെല്ലും മാറിക്കിട്ടും, പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതാ ഞാൻ ഈ പത എല്ലാം ഒരു സ്പൂണും കൊണ്ട് ഒന്ന് എടുത്ത് കളയാണ്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ കടല വേവിക്കാൻ വെക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് ഈ കടല ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം, അതായത് കടല മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. വെള്ളം ഒഴിച്ചതിന് ശേഷം 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം എൻ്റെ കുക്കറിൻ്റെ കണക്കെന്ന് പറയുന്നത് 2 വിസിലാണ്. അപ്പം നിങ്ങൾ നോക്കുക, 2 വിസിൽ അടിച്ചിട്ട് വെന്തില്ലെങ്കിൽ കുറച്ചുകൂടെ വേവിക്കാം. അപ്പം എൻ്റെ 2 വിസിലാണ് കറക്റ്റ്. അപ്പോൾ ഈ കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറിയല്ലേ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി. പിന്നെ അതിലേക്ക് നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 പച്ചമുളക് ഒന്ന് നടുവേ കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറണം, നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അതിനു വേണ്ടി ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഈ മസാലയുടെ പച്ചമണം എല്ലാം മാറണം, അതുവരെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാൻ. ഓക്കെ, അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കടലയും വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രഷർ എല്ലാം പോയിട്ട് തുറന്ന് നോക്കുക റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പം ഞാനിവിടെ ഇപ്പോൾ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രഷറൊക്കെ പോയി 2 വിസിലാണ് അടിച്ചത്. പ്രഷറൊക്കെ പോയി ഞാൻ തുറന്ന് നോക്കുവാണ്. അപ്പോൾ അതാ കടല ശരിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ ആ ഗ്രേവിയിലിട്ട് ഒന്ന് തിളപ്പിക്കും, അപ്പോൾ ഒന്നുകൂടെ അത് വേവും. അപ്പോൾ ഇത് ഈ കറക്റ്റ് വേവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കടല തുറന്നതിന് ശേഷം ഇതിൻ്റെ വെള്ളം നിങ്ങൾ ഡ്രെയിൻ ചെയ്ത് കളയരുത്, അത് മാറ്റി വെക്കുക. അതായത് നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് ആ വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാല ഉണ്ടാക്കി വെച്ചതിലേക്ക് നമുക്ക് കടല മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം, അതിൽ ഉള്ള വെള്ളം ഞാൻ ഇടുന്നുണ്ട്, കുറച്ച് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഇതിൽ ചേർക്കാൻ. അപ്പോൾ ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ മസാല എല്ലാം കടലയിൽ പിടിക്കണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേവിക്ക് കുറച്ചുകൂടെ നമ്മൾ മാറ്റി വെച്ച വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക, കാരണം നമ്മൾ പിന്നെ തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിക്ക്
തിക്കാവും കറി. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി തിക്ക് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ആൻഡ് ഈ കറി ഇരുന്നിരുന്ന് പിന്നെയും തിക്കാവും. അപ്പോൾ ഈ ഉപ്പൊക്കെ നോക്കുക. നമ്മൾ ഓൾറെഡി കടല വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും ഈ ഗ്രേവിക്കും ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഈ കറിയുടെ കൺസിസ്റ്റൻസിയും കളറും തന്നെ മാറും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ കറി ഒന്ന് ചൂടാവണം നന്നായിട്ട്. നമ്മൾ തേങ്ങ ഒഴിച്ചതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവണം. അതുവരെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് വെള്ളം പോലെ ഇരിക്കുവാണെങ്കിലും കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ അത് നല്ല തിക്കാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാം ഉണ്ടോ എന്ന്. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ആ ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഇനി ഇരുന്ന് ഇത് ഇച്ചിരി കട്ടിയാവും, കാരണം നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചതല്ലേ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ ഗ്രേവി ആയിട്ട് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് അത്രയും ഗ്രേവി വേണ്ടെങ്കിൽ വെള്ളം കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.